ഹലോ, ഇന്ന് കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ടിട്ടൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി തന്നെയാണിത്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതിയാകും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാനൊരു 4 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ആപ്പിളായതുകൊണ്ടാണ് 4 ആപ്പിൾ. വലിയ ആപ്പിളാണെങ്കിൽ ഒരു 2 ആപ്പിൾ തന്നെ മതിയാകും. ഇനി ഈ ആപ്പിൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യണ പോലെയാണെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തൊലിയൊന്നും കളയാതെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ആപ്പിളിന് പകരം നിങ്ങൾക്ക് നേന്ത്രപ്പഴം എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതാ കുറേശ്ശെയായിട്ട് വീണ്ടും ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇങ്ങനെ കുറവ് തോന്നിയത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അതുപോലെ ആപ്പിളും നേന്ത്രപ്പഴവും കൂടിയിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ മിക്സ്ഡ് ഫ്രൂട്ട്സൊക്കെ ആക്കിയിട്ടും നമുക്ക് ഈ ഒരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാവുന്നതാണ്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് തന്നെ ചേർക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിന് കുറച്ച് ഒരു 3/4 പാത്രമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുള്ള 2 സ്പൂൺ മതിയാകും അതിന്. ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർക്കാത്ത പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുത്ത് ഞാനിതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിതാ പഞ്ചസാര ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3-4 സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആപ്പിളൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാറ്റിയെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പാനിൽ തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടോ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പാലിൻ്റെ അളവൊക്കെ കൂട്ടിക്കൊടുക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് 2.5 ഗ്ലാസ് കസ്റ്റാർഡ് പൗഡറിന് 2.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. 3 ഗ്ലാസ് ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. തിക്കായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ലൂസായിട്ട് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ തയ്യാറാക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിലേറെ തിക്കായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ ഒരു ബാറ്റർ ചൂടാറുന്നതിന് മുമ്പ് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേന്ത്രപ്പഴമൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ചെയ്യാൻ. അപ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടീസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്